കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും പുതുവത്സരാശംസകൾ. ഈ പുതുവത്സരത്തിൽ സർവ സമ്പൽ സമൃദ്ധിയും സർവ സൗഭാഗ്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുതുവത്സര ദിനത്തിൽ ഭാഗവത കഥാമൃതത്തിലേക്ക് കടക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. കഴിഞ്ഞ ഭാഗം നമ്മൾ പറഞ്ഞിരുന്നത് പൂതന മോക്ഷമായിരുന്നു. ഇന്ന് ശകുടാസുരവധം. തന്റെ ആജ്ഞാനവർത്തിയായ പൂതന കൊല്ലപ്പെട്ടു വന്ന വാർത്ത കംസനെ ഞെട്ടിപ്പിച്ചു. പൂതനയെ വകവരുത്തിയ ശിശു സാധാരണക്കാരനല്ലെന്ന് കംസൻ തിരിച്ചറിഞ്ഞു. ആ കുഞ്ഞിനെ വകവരുത്തുകയെന്ന ദൗത്യം ആരെ ഏൽപ്പിക്കുമെന്ന ചിന്തയിൽ മുഴുകിയിരുന്ന കംസന്റെ സമീപം ശകടാസുരൻ കടന്നു വന്നു. ആ ശിശുവിനെ കാലപുരിക്കയക്കുമെന്ന് കംസന് വാഗ്ദാനം നൽകി. അനുഗ്രഹാശിസ്സുകൾ ഏറ്റുവാങ്ങി ശകടാസുരൻ അമ്പാടിയിൽ എത്തിച്ചേർന്നു. ആ ദുഷ്ടാസുരൻ നന്ദഗേഹത്തിൽ അദൃശ്യനായി നിലകൊണ്ടു. വൃശ്ചിക മാസത്തിലെ പൗർണമി നാളിൽ കുഞ്ഞിന്റെ പിറന്നാൾ ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു ഏവരും. ആദ്യമായി കുഞ്ഞിനെ ഭവനത്തിന് പുറത്തു കൊണ്ടുവരുന്ന ചടങ്ങ് അന്നാണ് നടക്കുന്നത്. സമസ്ത ഗോപന്മാരും അവിടെ എത്തിച്ചേർന്നിരുന്നു. യശോദ ഉണ്ണികൃഷ്ണനെയും കൊണ്ട് പുറത്തേക്കിറങ്ങിയിരുന്നു. അമ്മയുടെ മടിയിലിരുന്ന് കുഞ്ഞ് സുഖമായി ഉറങ്ങി. യശോദ മാതാവ് ഉണ്ണിക്കണ്ണനെ മുറിക്കുള്ളിൽ കിടത്തുകയും കാവലിനായി 3-4 ഗോപബാലന്മാരെ അരികിൽ ഇരുത്തുകയും ചെയ്തു. യശോദ പുറത്തേക്ക് പോയ തക്കം നോക്കി ശകടാസുരൻ മുറിക്കുള്ളിലിരുന്ന ഒരു ചാടിൽ മായാശക്തി ഉപയോഗിച്ച് പ്രവേശിക്കുകയും കുഞ്ഞിന് നേരെ പാഞ്ഞു ചെല്ലുകയും ചെയ്തു. ഉറക്കത്തിലായിരുന്ന താമരക്കണ്ണൻ കണ്ണ് തുറന്ന ശേഷം ആ ചാടിൽ 4-5 ചവിട്ട് നൽകി. കണ്ണന്റെ പ്രഹരമേറ്റ് ദിക്കുകളെങ്ങും മുഴങ്ങുന്ന ഭീകര ശബ്ദത്തോടെ ചാട് പല കഷണങ്ങളായി ചിതറി വീണു. ഫലമോ, ചാടിനുള്ളിൽ കുടിയേറിയ ശകടാസുരൻ കാലപുരി പോകി. ശബ്ദം കേട്ട് യശോദയും മറ്റുള്ളവരും ശീഘ്രം മുറിയിലേക്ക് എത്തിച്ചേർന്നു. തകർന്നു കിടക്കുന്ന ചാട് കണ്ട് അത്ഭുത സ്തബ്ധര നിലകൊണ്ട അവരോട് ഗോപബാലന്മാർ നടന്ന കാര്യങ്ങൾ വിവരിച്ചു. ഈ വേള രോഹിണിയുടെ കയ്യിലിരുന്ന ഉണ്ണികൃഷ്ണൻ മധുരമായി മന്ദഹസിച്ചു. തുടർന്ന് തൃണാവർത്തനെ വധിക്കുന്നു. തന്റെ ദൗത്യവുമായി പുറപ്പെട്ട ശകുടാസുരനും പൂതനയുടെ ഗതി തന്നെ സംഭവിച്ചുവെന്നറിഞ്ഞ കംസൻ തന്റെ ഘാതകൻ അമ്പാടിയിലെ ആ ശിശു തന്നെ എന്ന് ഉറപ്പിച്ചു. സ്വസ്ഥത നഷ്ടപ്പെട്ട കംസന്റെ സമീപം തൃണാവർത്തൻ എന്ന ഘോരാസുരൻ എത്തിച്ചേരുകയും കുഞ്ഞിനെ താൻ വധിക്കാമെന്ന് പറയുകയും ചെയ്തു. വർദ്ധിച്ച വീര്യത്തോടെ അമ്പാടിയിലേക്ക് പുറപ്പെട്ട അസുരൻ അവിടെ യശോദയുടെ കയ്യിലിരിക്കുന്ന തേജസ്വിയായ ശിശുവിനെ ദർശിച്ചു. അസുരന്റെ മായയാൽ യശോദയ്ക്ക് തന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിന്റെ ഭാരം വർദ്ധിക്കുന്നതായി തോന്നി. യശോദ മാതാവ് ക്ഷീണം അനുഭവപ്പെട്ട് കുഞ്ഞിനെ മെത്തയിൽ കിടത്തിയ ശേഷം കൈകാലുകൾ കഴുകുവാനായി പോയി. ഈ വേള തൃണാവർത്തൻ ഒരു ചുഴലിക്കാറ്റായി എത്തി കുഞ്ഞിനെയും കൊണ്ട് ആകാശത്തിലേക്ക് ഉയർന്നു. അമ്പാടി ആകെ പൊടിപടലം കൊണ്ട് നിറഞ്ഞു. ആർക്കും ആരെയും കാണാൻ പറ്റാത്ത അവസ്ഥ. സമയമേറെ കഴിഞ്ഞ് പൊടിയടങ്ങിയ വേളയിൽ ഗോപന്മാർ ഉണ്ണികൃഷ്ണനെ കാണുവാനില്ലെന്ന കാര്യം മനസ്സിലാക്കി. അപ്പോഴേക്കും തൃണാവർത്തൻ കണ്ണനെയും കൊണ്ട് വളരെ ഉയരെ എത്തിയിരുന്നു. പൈതലിനെ ഭക്ഷിക്കാമെന്ന് വ്യാമോഹിച്ച അസുരൻ കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും വീണ്ടും ഉയരങ്ങളിലേക്ക് പോയി. മഹാകുസൃതിക്കാരനായ കണ്ണൻ ഈ വേള തന്റെ ശരീരഭാരം വർദ്ധിപ്പിക്കുവാൻ തുടങ്ങി. ശരീരഭാരം വർദ്ധിച്ച് ഒടുവിൽ അസുരന് പൈതലിനെ താങ്ങാനാവില്ലെന്ന അവസ്ഥ സംജാതമായി. കണ്ണൻ തന്റെ പിഞ്ചകരങ്ങളാൽ ആ അസുരന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു. അസുരൻ പലവട്ടം പിടി വിടുവിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവൻ പരാജയപ്പെട്ടു. ഒടുവിൽ ഭാരവും കഴുത്തിലെ മുറുകെയുള്ള കണ്ണന്റെ പിടിയും കൂടി ആ ഘോരാസുരൻ
ശ്വാസം കിട്ടാതെ പിടഞ്ഞ് പ്രാണൻ വെടിഞ്ഞു ഒരു പാറമേൽ വീണു. യാതൊരു പോറലുമേൽക്കാതെ അമ്പാടിയിലെ പൊന്നുണ്ണി അസുരന് പുറത്തിരുന്നു. ശബ്ദം കേട്ട് അവിടെ എത്തിച്ചേർന്ന ഗോപന്മാർ കുഞ്ഞിനെ വാരിയെടുത്ത് യശോദ മാതാവിനെ ഏൽപ്പിക്കുകയും ആ രാക്ഷസന്റെ ശരീരം പല കഷണങ്ങളായി വെട്ടി നുറുക്കി പല സ്ഥലങ്ങളിലായി ദഹിപ്പിക്കുകയും ചെയ്തു. 4-5 നാളുകൾക്ക് ശേഷം ഒരു നാൾ ഉണ്ണിക്കണ്ണൻ കോട്ടുവായിടുന്ന നേരത്ത് ഉണ്ണിയുടെ വായിൽ ദൃഷ്ടി പതിഞ്ഞ യശോദ ആ കുഞ്ഞുവായിൽ സമസ്ത ലോകങ്ങളും ദർശിച്ചു. തന്റെ പുത്രൻ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമാണെന്ന് ആ അമ്മ മനസ്സിലാക്കി. അത്ഭുതം വിട്ട് സ്വബോധത്തിലെത്തിയ അമ്മ തന്റെ പിഞ്ചോമന പൈതൽ ഒന്നും അറിയാത്തവനെ പോലെ മടിയിൽ മിഴിപൂട്ടി ഇറങ്ങുന്നതാണ് ദർശിച്ചത്. നമസ്തേ. അടുത്ത ഭാഗം പൈതലിന്റെ നാമകരണം തുടരും. നമസ്തേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശ ഗോബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ആദ്യമായി കാണുന്നവർ ഈ വൈകുണ്ഠം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലും ഓണാക്കിയാൽ എല്ലാ ആഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയും ശ്രീമദ് ഭാഗവത കഥാമൃതവും എല്ലാ തിങ്കളാഴ്ചയും കാലകാലേശ്വരനായ മഹാദേവന്റെ അവതാര കഥകളടങ്ങിയ ഹാലാസ്യ മഹാത്മ്യവും വരികൾ കണ്ടു കേൾക്കാം. അതുപോലെ എല്ലാ ദിവസവും ശ്രീമദ് ഭഗവത്ഗീതയിലെ ഓരോ ശ്ലോകം വരികൾ സഹിതം. നമസ്തേ.